രാഷ്ട്രീയമെന്നുള്ളത് ഇന്ന് ഒരു വലിയ വരുമാന മാർഗവും അല്ലെങ്കിൽ സമ്പാദ്യ മാർഗവുമായി പൊതുപ്രവർത്തകരിൽ പലരും കരുതുന്നു എന്നാണ്. അതിന് ആ പൊതുപ്രവർത്തകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിന് നേരെ കണ്ണടക്കുകയോ ചെയ്യുന്നത് കൊണ്ടല്ലേ രാഷ്ട്രീയത്തിലും അഴിമതി വളർന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അത് കണ്ണടയ്ക്കുന്നുവെന്ന് മാത്രമല്ല, അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തനത്തിന് ആരിൽ നിന്നും പണം ശേഖരിക്കാം, എന്ത് വേണവും ശേഖരിക്കാമെന്നുള്ളൊരു നില വന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ വീട് തോറും കടതോറും കയറി ഇറങ്ങി നടന്ന് ഞങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നവരാണ്. അന്ന് 50 പൈസയും 1 രൂപയും തന്നത് വാങ്ങിക്കൊണ്ട് നടന്ന് പ്രവർത്തനം നടത്തി. ഇന്ന് അങ്ങനെയൊന്നും കാണുന്നില്ല. അതൊക്കെ ചിലർ നടത്തുന്നതൊക്കെ അതൊക്കെ ഒരു ഷോയ്ക്കാണ് എന്നുള്ള ഒരു ധാരണ ആളുകളുടെ ഇടയ്ക്കുണ്ട്. ഇത് മറ്റു സങ്കേതങ്ങളിൽ നിന്ന് പൈസ സംഭരിച്ചതിന് ശേഷം ജനങ്ങളിൽ നിന്ന് ഭരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന നാട്യം എന്നൊരു ധാരണ ധാരാളമായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നില്ലേ, അതിൽ കക്ഷി വ്യത്യാസവുമില്ല, ഏറ്റക്കുറച്ചിൽ കാണും. നമ്മൾ പലതും കാണുന്നില്ലേ, നമ്മൾ പലരുടെയും ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ മണിച്ചൻ മുതൽ ഇപ്പോൾ ആരാണ് കണിച്ചുകുളങ്ങരയിലെ ദുഷ്ടപാത്രം വൈപ്പിൻ ദ്വീപിലൂടെ ഉള്ളൂ, അതുവരെ ഉള്ളപ്പോൾ നമ്മളിതൊക്കെയാണ് കാണുന്നത്. ഈ പ്രവണതയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്നുള്ള പ്രത്യാശ സാറിനുണ്ടോ? മാറ്റം ഉണ്ടായിക്കൂടെന്നില്ല, എളുപ്പമല്ല. ചില ശ്രമങ്ങൾ നടന്നത് ഒരു പരിധിവരെയെങ്കിലും ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും പ്രയോജനപ്പെട്ടു എന്നുള്ളതും നാം ഓർക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അഴിമതിക്കെതിരായി ജയപ്രകാശ് നാരായൺ ഒരു പ്രസ്ഥാനം തുടങ്ങിയല്ലോ 70-കളിൽ. അന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണയും സഹകരണവും നോക്കുമ്പോൾ ഈ നിവൃത്തിയില്ലാതെ ആളുകൾ പൈസ കൊടുക്കുമായിരിക്കും. എങ്കിലും അഴിമതിക്ക് ഈ മൂല്യശോഷണത്തിന് എതിരാണ് ഇന്ത്യൻ മനസാക്ഷി, ജനസാമാന്യത്തിൻ്റെ മനസ്സ് എന്നുള്ളതിന് സംബന്ധിച്ച് സംശയമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അത് 2 വിധത്തിലും ഉണ്ടാവണം. ഒന്ന് JP പോലെ ഒരു നേതാവ് ഉയർന്നു വരണം, അല്ലെങ്കിൽ സഹികെട്ട ജനത അത് ഈ സ്പോണ്ടേനിയസായി ചില മൂവ്മെൻറ്റ്സ് വളർന്നു വരണം. അപ്പോൾ അതിനുമൊക്കെ ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ മദ്യത്തിനെതിരായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ജനകീയ പ്രക്ഷോഭണം ഉണ്ടായി. ഒരു നേതാവില്ലായിരുന്നു. അത് നിരക്ഷരരായ പാവപ്പെട്ട ഗ്രാമത്തിലെ സ്ത്രീകൾ പൊറുതിമുട്ടിയപ്പോൾ അവരിറങ്ങിയപ്പോൾ അതൊരു പ്രസ്ഥാനമായി വളർന്നു. പക്ഷെ അതിനകത്തും നിർഭാഗ്യവശാൽ അവസാനം നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അത് അവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി സംഗതി വീണ്ടും പുറകോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറഞ്ഞ കാലത്തേക്കെങ്കിലും ഫലമുണ്ടാകുന്നുണ്ട്. അത് പൂർണ്ണഫലത്തിൽ എത്തിക്കത്തക്ക വിധത്തിൽ ഒരു സസ്റ്റൈൻഡ് മൂവ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഒന്ന് ഉയർന്നു വരണം. ഒന്നുകിൽ ഒരു നേതാവിലൂടെ, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ മനസാക്ഷി ഉയർന്ന്. ഇന്ത്യയിൽ അഴിമതിക്കെതിരായി ജനവികാരം ഏറ്റവും കൂടുതൽ വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് വലിയ ജനപിന്തുണയില്ലാതിരുന്ന ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവം എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് രംഗത്തേക്ക് വന്നത്. അങ്ങനെ ഒരു ജനവികാരം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെങ്കിലും ഇന്ന് വളർന്നു നിൽക്കുന്നുവെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് ജനവികാരം ഈ അഴിമതിക്കും മൂല്യശോഷണത്തിനും എതിരാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് 70-കളിലെ JP മൂവ്മെൻ്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ വികാരം ഇന്നുമുണ്ട്. ആ വികാരം സംഘടിപ്പിക്കുന്നതിന്, നേതൃത്വം കൊടുക്കുന്നതിന് ഒരു നേതൃത്വം വേണ്ടി വരുന്നുണ്ട്. അത് ഇന്നിപ്പോൾ കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സാറിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു കൂട്ടായ നേതൃത്വമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂട്ടായ ആലോചനകളിലൂടെ യുക്തിപൂർവമായ തീരുമാനത്തിലെത്താനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിലെ മാറ്റി നോക്കുക, കേരളത്തിലേക്ക് ഒതുങ്ങിയാൽ തന്നെ അത് ചില വ്യക്തികളുടെ കയ്യിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നങ്ങ് കരുതുന്നുണ്ടോ? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ അങ്ങനെ വ്യക്തികളിൽ വന്നു കൂടുന്നു എന്ന് പറയാനാവില്ല. ചില പ്രസ്ഥാനങ്ങൾ അങ്ങനെയാണ്. വിശേഷിച്ചും
ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകക്ഷി അതിൽ ഈ 60കളിൽ കടന്നുകൂടിയ ഈ വ്യക്തിപ്രഭാവം ഉണ്ടല്ലോ, ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തന ശൈലി ഇടയ്ക്ക് അല്പം ഒന്ന് കുറഞ്ഞു എന്ന് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏറ്റവും വലിയ സംഘടനയിലുണ്ടാവുന്ന ഏത് ദുഷിച്ച പ്രവണതയും കുറേശ്ശെ മറ്റുള്ളവരിൽ വ്യാപിക്കും. ഒരു മനുഷ്യ സ്വഭാവമാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മറ്റ് കൂട്ടായ നേതൃത്വം നിലവിലുന്ന കക്ഷികളിൽ പോലും വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അഭിപ്രായ സംഘർഷങ്ങളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അവസാനം വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പിലായിട്ട് മാറുന്നത്. അതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അതിൻ്റെ ഘടകങ്ങളുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതുമെല്ലാം ദീർഘകാലം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. ഇന്നത് മാറി മുകളിൽ നിന്നുള്ള നിയമനമായി മാറുന്നു ഭാരവാഹികളുടെ കാര്യവും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യവും. ഇങ്ങനൊരു മാറ്റം എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലുണ്ടായത്? അത് ഞാൻ പറഞ്ഞില്ലേ, അതിനും ഞാൻ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ കക്ഷിയെ ആക്ഷേപിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നു എന്ന് ധരിക്കരുത്. ഞാനത് കഴിയുന്നത്ര നിഷ്പക്ഷമായി പഠിക്കാൻ ശ്രമിച്ചിട്ട് പറയുകയാണ്. ഞാൻ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സംഘടനയിലുണ്ടായ ആ ശൈലി വ്യതിയാനമുണ്ടല്ലോ, അത് മറ്റുള്ളതിലേക്ക് വരും. ഞാൻ ഒന്നുകൂടി പറയാം. ഇന്ന് ഇന്ത്യയിൽ പൊതുവെ ഈ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് പലതരത്തിലും അതിന് കോട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും തികച്ചും തകർന്നു പോകാതിരിക്കുന്നെങ്കിൽ, അടിയന്തരാവസ്ഥയിലൂടെ തകർക്കാൻ ശ്രമിച്ചിട്ടും അത് തകരാതിരിക്കുന്നെങ്കിൽ അതിനടിസ്ഥാനപരമായ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി. റോയ് പറഞ്ഞതുപോലെ ആ കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ജനകീയ തെരഞ്ഞെടുപ്പായിരുന്നു. കോടിക്കണക്കിന് ആൾ 4 അണ കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗമാകുന്ന പ്രാദേശിക സഭയിലെ ഒരു അംഗം, ആ അംഗം മുതൽ വോട്ട് ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം അത് കാലക്രമേണ ഇല്ലാതായിപ്പോയി. ഇന്ന് മറിച്ച് നിങ്ങൾ പറഞ്ഞ തന്നെ വന്നിരിക്കും. ഇന്ന് മറിച്ച് പ്രാദേശിക ഏതാണ്ട് സഭ വരെ ഉള്ള ആളുകളെ നിശ്ചയിക്കുന്നത് അത് ഇതിൻ്റെ ദേശീയ പ്രസിഡൻറ്റ് ഒരു വ്യക്തി എന്നുള്ള നില വന്നിരിക്കും. അതിൽ ഈ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ മാറ്റം എന്നതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന മറ്റൊരു വളരെ ഖേദകരമായ ദുഷിച്ച പ്രവണതയുണ്ട്. അത് ഞാൻ ഒന്നുകൂടി മഹാത്മാഗാന്ധിയെ ഞാൻ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം ഈ സദാചാരം കൊണ്ട് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ജനപങ്കാളിത്വം, അത് ഇത്രയും അധികം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരരീതി മറ്റൊരു വിമോചന സമരത്തിനുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടത് ഒരു ഇൻസ്ട്രുമെൻറ്റ്, അതിനൊരായുധം, ഉപകരണമായി അദ്ദേഹം കണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഈ സംഘടനാ രീതി മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. അതിനോടൊപ്പം അദ്ദേഹം ഇന്ത്യയെ അടിമകളായി കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ജനതയെ ആത്മാഭിമാനമുള്ള ഒരു ജനതയായി മാറ്റിയെന്നും ചരിത്രകാരന്മാർ എഴുതുന്നു. ആ ആത്മാഭിമാനം ഇന്ന് തകർന്നു പോയിരിക്കുന്നു.